ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചിന്തിക്കുന്നതാണ് അല്ലേ? ഇതെല്ലാ ദിവസത്തെയും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യത്തെയും വ്ളോഗ് പോലൊരു വ്ളോഗല്ല, ഇതൊരു ഫെയർവെൽ പാർട്ടിയാണ്. ഫെയർവെൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വിഷമം തരുന്ന ഒരു കാര്യം തന്നെ അല്ലേ? അങ്ങനെ എനിക്ക് വിഷമം തന്ന, അല്ല ഞങ്ങൾ കുറേ കൂട്ടം ആൾക്കാർക്ക് വിഷമം തരുന്ന ഒരു ഫെയർവെൽ പാർട്ടിയുടെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഞങ്ങളുടെയൊക്കെ ചങ്കിടിപ്പുമായ മെൽബിൻ്റെ ഫെയർവെൽ പാർട്ടിയാണ് കേട്ടോ. മെൽബിനും ഫാമിലിയും 10 വർഷത്തെ അബുദാബി ലൈഫിന് ശേഷം അയർലൻഡിലോട്ട് പോവുക. അപ്പോൾ മെൽബിൻ്റെ ഫെയർവെൽ പാർട്ടി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? നമുക്ക് ശരിക്കും ഇവിടുന്ന് പോകുമ്പം ഞാനിന്ന് ഹോസ്പിറ്റലിലെ മാസലമ്മ പാർട്ടി കഴിഞ്ഞു. അപ്പം നമുക്ക് പറയും, നമ്മളോടെല്ലാവരും പറയും മിസ് ചെയ്യുന്നു, നമ്മളും പറയും മിസ് ചെയ്യുന്നു. ശരിക്കും മിസ് ചെയ്യുന്നത് പക്ഷെ നിങ്ങളാണ്, അതാണ് സത്യം. കാരണം നമ്മളെങ്ങനെയായിരുന്നു നമുക്കറിയാം. പിന്നെ എനിക്ക് ശരിക്കും പോകാനങ്ങനെ ഭയങ്കര താല്പര്യമായിട്ട് പോകുന്നില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ അത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ നമ്മുടെ കൂടുതൽ സ്റ്റാഫാണെങ്കിൽ മാത്രമല്ല, ഇപ്പം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, ദൈവം കൊണ്ടുവരുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന പോലെ അവരുടെ ഫാമിലീസ് ഭയങ്കര സ്നേഹമുള്ള എപ്പോഴും നമ്മുടെ ആ ഒരു വൈബിലുള്ള, അതിപ്പോൾ ഇവര് പിള്ളേരാണെങ്കിലും ശരി, ഇവര് അലക്സേട്ടും ഇവരുടെ ടീമൊക്കെ, അലക്സേട്ടനാണെങ്കിലും നമുക്ക് എല്ലാത്തിനും എപ്പോഴും എല്ലാത്തിനും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കൊണ്ടുള്ളിൽ സംസാരിക്കുക എറണാകുളമുള്ള കുറേ ആളുകൾ നമുക്ക് കോമൺ ആയിട്ട് ഞാനിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സ്വഭാവം അതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഇച്ചിരി ഒന്ന് സൈലൻ്റായി പോകാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ രീതിയിലാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഞാനിപ്പം അലക്സറിനോട് കുറച്ച് പറയായിരുന്നു, ഹരിയാനോടൊക്കെ. ഞാൻ ഓൾറെഡി അവിടെ പോകുന്ന ടീമിന് ഇപ്പം ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പം ഞാൻ അവിടെ പറയുക, അവരെല്ലാവരും കൂടെ ഞാൻ അബുദാബിയിൽ നിന്നാണ് കണക്റ്റീവ് ആയിട്ട് എല്ലാവരും അബുദാബി വന്നിട്ടാണ് പോകുന്നത്. അന്ന് രാത്രി എല്ലാവരും ഇപ്പം ചൊവ്വാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ മാത്രമല്ല ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ അത് മാറിപ്പോയില്ല, അതങ്ങനെ നിൽക്കും. അപ്പം അതില്ലാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എവിടുന്നെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് ഇത്ര 10 വർഷക്കാലം നിന്നൊരു സ്ഥലത്ത് നിന്ന് വിട്ടുപോകാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മളുമായിട്ട് അത്രയും കെട്ടിപ്പണിഞ്ഞ് നടക്കുന്ന പറയുമ്പോൾ എന്തെങ്കിലും മുറിച്ച് വേണ്ടി പോകുന്ന നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആണ്. പക്ഷേ എന്താ പറയുക, അവിടെയും നല്ലത് കണ്ട ഞാൻ എനിക്ക് ഞാനിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാനിവിടെ പറയുന്നത്, പക്ഷെ എനിക്ക് പറയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോരുത്തരുമായിട്ടും അവരുടെ ഫാമിലിയായിട്ടും ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു ഇതിലൊരു എന്താ പറയുക, ഈ ഒരു ജേണിയിൽ ഒരു മേജർ പാട്ട് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണൽ സപ്പോർട്ട് some kind of ഒരുപാട് കഴിവുകളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്തുകൊണ്ട് ഒരാളാണ്. നമ്മുടെ ഒരു സകല കലാപരം അല്ലേ? നമുക്ക് മെൽബണിലുള്ള താമസിക്കുന്നു സമയത്ത്. അപ്പൊ അങ്ങോട്ട് അന്നാണ് മനസ്സിലായത് നമ്മുടെ ലെവല് കണ്ടിന്യൂസല്ല, ബാക്കി എല്ലാത്തിനും അവൻ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മള് നമുക്കറിയാം, അത് ഞാൻ ജീവിതത്തിൽ സ്റ്റേജിൽ കയറി പാട്ട് പാടിയിരിക്കും, അങ്ങോട്ട് പാടിപ്പിച്ചിട്ടുണ്ട് അജ്മാനിലൊക്കെ സമയത്ത്. പിന്നെ ജീവിതം ആ ഒരു ഇതുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരു ബെറ്റർ ഇപ്പൊ ലൈക്ക് 2020 സമയത്തൊക്കെ രാത്രി 10 മണിയാകുമ്പോൾ വിളിച്ചു, അല്ലെങ്കിൽ എന്താ പരിപാടി, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ പരിപാടിയായിരുന്നു. ഞാൻ മോശയെ വിളിച്ചു, അപ്പം തന്നെ വിളിച്ചു, മോനോട് പറഞ്ഞു. അപ്പോൾ അവൻ എനിക്ക് ഇത് പറ്റില്ലേ, പക്ഷെ അവനോട് ഒരു കാര്യം വെച്ചാൽ എൻ്റെ മോനും എഫ്രോണും ഭയങ്കര കമ്പനിയാണ്, ഞങ്ങളുടെ
അപ്പോൾ അവര് എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ നാട്. എനിക്ക് അവനോട് ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചപ്പോഴും പറയും എഫ്രോണിനെ പറയുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ ഇനി എപ്പോഴും കാണാം എന്നാൽ അച്ഛൻ നമുക്കും പോവാൻ അവരോട് അങ്ങനെ. അപ്പോൾ എല്ലാവരും ഒരു മിനിറ്റ് പോസാണ് പെട്ടെന്ന് പോകാന്ന് പറയുന്നത്. അങ്ങനത്തെ ഇതാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് പോയാലും നമുക്ക് എപ്പോഴും നീ പറഞ്ഞ അവിടെ ചെന്ന് ഐറിഷ് പാസ്പോർട്ടൊക്കെ കിട്ടിയിട്ട് നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മള് വരത്തും അതാണ് അല്ലേ. എന്തായാലും അവര് പോകുന്ന We families also met together and we have a lovely time. Obviously, we miss him. Social committee ഒരു വലിയ സപ്പോർട്ടാണ് പോകുന്നത്. So we gonna miss him. Personal what I say, I don't know. Even if it is a chaya, നമ്മുടെ break time ആണെങ്കിൽ the way we interact, you can see anything. Judge. അതാണ് ഏറ്റവും വലുത്. Like you are in a couple of friends where നമ്മൾ എന്ത് പറഞ്ഞാലും they are there with you. തെറ്റാണെങ്കിൽ തെറ്റ്, you know, like that. So anyways, I'm gonna miss you. I think everybody is going to miss. I hope you have a good future. പിന്നെ ഇങ്ങനെ വാടി ഇരിക്കില്ല. I don't know. I feel like the day he's saying that he's leaving, അന്ന് മുതൽ മെൽവിന്റെ മുഖമേ ഡിഫറെന്റ് ആണ്. Melvin is not the old Melvin. I'm literally feeling, oh God, you know, there is a lot of missing. He is also the way he's talking. He's not our old. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ റിസൈൻ്റെ കാര്യമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും മെൽവിൻ കുറച്ച് സാഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാഡാവേണ്ട ഫാമിലിക്കും ഓൾ ദി ബെസ്റ്റ്. മെൽബിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാരും പറഞ്ഞ പോലെ കുറച്ച് മച്യൂരിറ്റി ആക്കാൻ നോക്കിയതാന്ന് തോന്നുന്നു. പക്ഷെ മെൽബിനെ ഞങ്ങൾ നിന്നെ മിസ് ചെയ്യും. ക്യാമറ തിരിച്ചു വിടുക. കൊന്നാലും സംഭവിക്കില്ല. മെൽബിനെ നിന്നെ ഞങ്ങൾ ശരിക്കും ഞാൻ സാധാരണ എന്താ പറയുന്നത് വെർബൽ പാർട്ടിക്കും പറയുന്ന പോലെ എന്താ ഫോർമലായിട്ട് പറയുന്നതല്ല, ശരിക്കും നിന്നെ മിസ് ചെയ്യും. നീ റിസൈൻ ചെയ്തെന്ന് കേട്ടപ്പോൾ ശരിക്കും നല്ല വിഷമമൊക്കെ തോന്നി. ബാക്കിയുള്ളവരൊക്കെ റിസൈൻ ചെയ്യുന്ന കേട്ടപ്പോൾ ഇവിടെ ക്ലീൻലാൻഡിലോട്ടൊക്കെ അല്ലേ. പക്ഷെ നീ അങ്ങ് ദൂരെ പോവല്ലേ. കാരണം നീ എന്ന് പറയുന്നത് നമ്മുടെ D0 ICUവിൻ്റെ അല്ലെ ഇന്ത്യൻ ഗ്രൂപ്പിന്റെ മാത്രം ഒരു ഭാഗമല്ല, നമ്മുടെയൊക്കെ ഒരു ഫാമിലി മെമ്പർ പോലെ അല്ലെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരു ആളായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ ഗ്യാതറിങ്ങിൻ്റെയും എന്താ പറയുന്നത് നെടുന്തൂണെന്ന് പറയുന്ന നീയായിരുന്നു. ഇവര് പറഞ്ഞ പോലെ നീ ഉണ്ടേല് നീ എല്ലാ സമയത്ത് നോക്കും, എല്ലാം നീ മാനേജ് ചെയ്തോളൂ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. എല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട്, എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ട്. അതൊക്കെ മിസ് ചെയ്യും. പിന്നെ ശ്യാം പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് പാസ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നീ തിരിച്ചു വാ, ഞങ്ങളൊക്കെ ഇവിടെ കാണും. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഈ സർക്കിളിൽ കാണും. പിന്നെ ഓഫ് കോഴ്സ് എപ്പോഴും അബുദാബി വന്നാൽ നമ്മളുടെയൊക്കെ വീട് കാണും. നിനക്ക് എപ്പോഴും യു ആർ ഓൾമോസ്റ്റ് വെൽക്കം ടു അവർ ഹോം. എപ്പോഴും ഒരു വെളിപ്പാട് അകലെ ഞങ്ങളുണ്ടാവും. പിന്നെന്താ, പിന്നെ ഡീനയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ തിരുവാതിര ടീമിൻ്റെ ഋഷി നെടുന്തൂണാണ് പോകുന്നത്. ഞങ്ങൾ അത് മിസ് ചെയ്യും. നമ്മുടെ തിരുവാതിര പ്രാക്ടീസ്, അല്ലാത്ത പ്രാക്ടീസ് ഒക്കെ മിസ് ചെയ്യും. പിന്നെ എന്താണ്, ഇവൻ മെൽബിൻ പോയി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ അങ്ങനെയുള്ള പരിപാടികളും ശരിക്കും പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നീന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു മെൽബിൻ ഇല്ലാത്തൊരു പരിപാടി ഞങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല. ശരിക്കും അത് വല്ലാത്തൊരു വിഷമമാണ്. പിന്നെന്താ, ഒത്തിരി 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 പറയാനുണ്ട്. നിന്നെ ശരിക്കും മിസ് ചെയ്യണം. നീ നല്ലൊരു മനുഷ്യനായിരുന്നു. ആയിരുന്നല്ല, ആണ് ആണ് മലയാള ഗ്രാമർ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്നേ ഉള്ളൂ. നീ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളത് ശരിക്കും നിന്നെ മിസ് ചെയ്യും. കാരണം നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ ഇതോടെ തീർന്നു. ഇതായിരിക്കും ചിലപ്പോ ഞങ്ങളുടെയും ഒന്നിച്ചുള്ള ഒരു എന്താ പറയുന്ന ഒരു ഫങ്ഷൻ. ഇനിയിപ്പോ ആരാ ഇതുപോലെ കൂട്ടാനും ഉള്ളതെന്നറിയില്ല. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മെൽവിനും ഫാമിലിക്കും എല്ലാം അവിടെ പോയി സെറ്റ് ആവട്ടെ. പിന്നെ നിന്നെ എവിടെ പിടിച്ചിട്ടാലും നീ അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമെന്നും നീ വലിയ ആളാവും നമുക്കറിയാം. ഇനി ഇത്രയൊന്നും ആകണ്ട കേട്ടോ, ചെറിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി. അത് പിടിക്കില്ല. അതെ, പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ഗ്രൂപ്പിൽ നിന്ന് നീ വിട്ടു പോകരുത് കേട്ടോ. നീ ആദ്യമേ ഇന്നാളൊരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആദ്യമേ ഇന്ത്യൻ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലീവ് ചെയ്യും. നീ ലീവ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമുക്ക് പാരലായിട്ട് വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം.
കേട്ടോ, ചിലരെയൊക്കെ കട്ട് ചെയ്ത് അലവലാതി ഗ്രൂപ്പിന്റെ അഡ്മിനായി നിൽക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് മെൽബിനും ഫാമിലിക്കും. ഒരിക്കൽ കൂടി വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത നെടുന്തൂൺ ആരാന്ന് നമുക്കറിയില്ല. നമുക്ക് കിട്ടുന്ന ഓഫറുകൾ അങ്ങനെ കിട്ടാറ്. എന്നാൽ ഇതിനൊക്കെ എല്ലാത്തിനും ഇത്രയും സമയം എങ്ങനെ കണ്ടെത്തുന്നു എന്ന് ഒരു നമുക്ക് എല്ലാം മിസ്സായിട്ട് ഇവിടെ അബുദാബിയിൽ നല്ല പിടിപാടുള്ളതാണ്. അതുപോലെ മാർക്കറ്റിംഗ് സ്പെഷ്യലി എഫ്രോനും മേഡം എനിക്ക് അവർ എൻ്റെ കുട്ടീനെ പോലെ ഞാൻ എപ്പോഴും നോക്കുന്നു. അവർ രണ്ടുപേരും പപ്പയുടെ ബെസ്റ്റാണ്. അതുകൊണ്ടില്ല, പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് എഫ്രോനായാലും മേഡനായാലും എനിക്ക് സങ്കടം. ശ്യാമ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ വിഷമിച്ച ഒരു ഫെയർവെൽ പാർട്ടി. എന്താ പറയേണ്ടത്, ഒത്തിരി ഞങ്ങൾ ചിരിച്ച് ഒത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഒത്തിരി എൻജോയ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് പക്ഷേ അതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ വിഷമം ആൾക്കാർക്ക് ഇവൻ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം ഇട്ടിട്ട് മെൽവിൻ അയർലൻഡിൽ പോകുന്നു എന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാം വിഷമമുള്ള കാര്യമാണ്. മെൽവിനും വിഷമമാണ്, ഡീനയ്ക്കും വിഷമമാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫല്ലേ അല്ലേ, പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മനസ്സോടെ അവൻ ഞങ്ങളെ എല്ലാം ഇട്ടിട്ട് പോവാണ്. ഞങ്ങൾ ഇത്രയും പേരാട്ടോ ഒന്നിച്ച് ജോലി ചെയ്യുന്നത്. ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ് എന്ന് കരുതി ഞങ്ങളുടെ ഐസിയുവിലെ മൊത്തം ഇന്ത്യൻസ് ഇതിനകത്തില്ല. ഞങ്ങൾ കുറേ ആൾക്കാർ, നമ്മൾ കുറേ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് സർക്കിൾ മാത്രം ചേർന്നിട്ടുള്ളൊരു ഫെയർവെല്ലായിരുന്നു. അല്ലാതെ ഒഫീഷ്യൽ ഫെയർവെൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ തലതെറിച്ച ഒരു ഗ്യാങ്ങിൻ്റെ ഫെയർവെൽ പാർട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ പേരായിരുന്നു ഒന്നിച്ച് ജോലി ചെയ്തിരുന്നെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫാമിലി എല്ലാം ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എല്ലാവരും ഭയങ്കര കൂട്ടാണ്. എന്താ പറയുക, ആണ്ടിനും സംക്രാന്തിക്കും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് കൂടാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. ആ സെലിബ്രേഷനൊക്കെ ഇവൻ പോകുന്നതോടെ ഞങ്ങൾ ചിന്തിക്കും ഇപ്പം എന്ത് ചെയ്യും. ഇത് നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ബോയ്സിൻ്റെ മാത്രം ഒരു ഗ്യാങ്. ആക്ച്വലി ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ ഗ്രൂപ്പ്, വലിയൊരു ഗ്രൂപ്പായിരുന്നു. കുറേ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പോയി ഒത്തിരി പേര് എന്താ പറയുക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ പല പല കൺട്രീസിലേക്ക് അല്ലെ പല പല പ്ലേസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അവസാനം ചുരുങ്ങി നമ്മുടെ ഗ്യാങ് ഗ്രൂപ്പ് ഇത്രയായി. ഔത്തിന്ന് അവസാനം മെൽബിനും പോകുന്നു. ഇതാണ് ഞങ്ങൾ ഗേൾസിൻ്റെ ഗ്യാങ്. ഞങ്ങൾ ഗേൾസിൻ്റെ ഗ്യാങ് മെൽബിനോട് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാനും എൽസും ഒക്കെ ഉള്ളപ്പം, മെൽബിനും ഒക്കെ ഉള്ളപ്പം എൽസുവിനെ വട്ടാക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. അത് നമ്മുടെ പല വീഡിയോസും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എൽസുവിനെ പൊട്ട് കളിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മെയിൻ ഒരു വിനോദമായിരുന്നു. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേരുടെ കുറേ നൃത്യങ്ങൾ, കുറച്ച് പാട്ടങ്ങ് വെച്ച് കൊടുത്തപ്പോൾ പിള്ളേർ കുറേ ഡാൻസൊക്കെ അങ്ങ് കളിച്ചു. അതുവരെ ഈ വീഡിയോ കേൾക്കുമ്പോൾ കുറേ സ്ഥലത്ത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. പിള്ളേരുടെ ഒച്ച ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ പിള്ളേരല്ലേ അല്ലേ, പിള്ളേർ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഡാൻസും പാട്ടും ഫോട്ടോ എടുക്കുകയും എന്താ പറയുന്നത് സ്പീച്ചും ഒക്കെ കഴിഞ്ഞു. മെൽബിൻ പോകുന്നത് അയർലൻഡിലുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കെറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇനി പറയുന്നത് കെറിയിലുള്ള അല്ല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലുള്ള മെൽബിനൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഞങ്ങളെ ഇട്ടിട്ട് അവൻ അങ്ങോട്ട് വന്നെങ്കിലും നിങ്ങൾക്കൊരു അസറ്റായിരിക്കും അവനെ മുറുകെ പിടിച്ചോ. ഇനിയുള്ള നിങ്ങളുടെ ഗ്യാതറിങ്ങുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കളർഫുള്ളാക്കാൻ
പറ്റിയൊരു കശിനെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഞങ്ങളുടെ ഗ്യാതറിങ്ങിൻ്റെ ഒക്കെ എന്താ പറയുന്നത് സെൻട്രൽ പോയിന്റ് അവനായിരുന്നു, MC അവനായിരുന്നു, ഡാൻസ് ഉണ്ടേ ഡാൻസിനുണ്ടായിരുന്നു, പാട്ടിനുണ്ടേ പാട്ടിനുണ്ടായിരുന്നു, പിന്നെ നാടകത്തിന് നല്ല നടനായി, നല്ലൊരു ഡിബേറ്ററാണ്. എന്താ പറയുന്നത് എല്ലാ കാര്യത്തിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമുള്ള ആളാണ്. പിന്നെ ഇവിടെയാണെങ്കിലും അബുദാബിയിലാണെങ്കിലും വയനാട് അസോസിയേഷൻ്റെയും അല്ലാത്ത മലയാളി അസോസിയേഷൻ്റെ ഒക്കെ ഒത്തിരി അസോസിയേഷനിലുള്ള ഒരാളാണ്. ഇതെല്ലാം വിട്ടിട്ടാണ് മെൽബിൻ കെറിയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നുകൊണ്ടൊരു നഷ്ടമല്ല, അവനെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ശരിക്കും ഒരു സകലകലാ വല്ലഭൻ തന്നെയാണ്. ഇനി ഞാൻ അവനെ പൊക്കി പറഞ്ഞാൽ ബോറാകും, നിങ്ങൾക്ക് തോന്നും ഇത് അവനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റാണെന്ന്. അങ്ങനല്ല, അവൻ പോകുന്നതുകൊണ്ട് അവനെ പറഞ്ഞതേ ഉള്ളൂ. അതവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഫുഡടി സെക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഫുഡൊക്കെ വെറുതെ വിടാത്ത ഞാനാണ്. പക്ഷേ ഇന്നത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഇതായതുകൊണ്ട് ഫുഡൊന്നും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ക്യാമറാമാൻ ഞാൻ തന്നെയാണ്. ഞാൻ കഴിക്കാനിരുന്നാൽ അപ്പോൾ വീഡിയോ ആരെടുക്കും? ഒരു ക്യാമറാമാൻ്റെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അറിയണോ അല്ലേ? അതൊക്കെ പോട്ടെ. ഈ വീഡിയോ ഒരു പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മെൽബിൻ കെറിയിൽ ഓൾറെഡി അയർലൻഡിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കെറിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത്രയ്ക്കും ഡിലേ ആയിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നുമല്ല, ഈ ഫെയർവെല്ലിൻ്റെ നെക്സ്റ്റ് ഡേ മെൽബിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു അയർലൻഡിന്. അവൻ അയർലൻഡിന് പോയി. പിന്നെ ഗോൾഡൻ വിസയൊക്കെ ഉള്ളത് കൊണ്ട് അബുദാബി വഴി പോവുകയും അബുദാബിയിൽ ഇനി വരികയും സ്റ്റേ ഒക്കെ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തൽക്കാലം മെൽബിനോട് ബൈ ബൈ പറഞ്ഞു. ഇനി നമ്മുടെ ഈ ഗ്യാങ്ങിൽ ആരൊക്കെ വന്നാലും നിനക്ക് പകരം ഒരിക്കലും ആവില്ല, നിനക്ക് പകരക്കാരനാവാൻ ആരെ കൊണ്ടും പറ്റത്തുമില്ല. എനിവേ ഇനി ഞാൻ നീട്ടി ദീർഘിപ്പിച്ച് ഇമോഷണൽ ആവുന്നില്ല. ശരിക്കും മെൽബിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ഇടെന്ന് ഞാൻ വിചാരിച്ചു ഒരു കോഫി ബ്രേക്കിനൊക്കെ പോകണം, ഒരു കോഫിയൊക്കെ എന്താ പറയുക സിപ്പ് ചെയ്ത് വർത്താനം പറഞ്ഞിരിക്കണമെന്ന്. ദൈവം അനുഗ്രഹിച്ച് കുരുത്തം കൂടി അന്ന് മുടിഞ്ഞ തിരക്കായിരുന്നു. കോഫി ബ്രേക്കിന് പോയിട്ടൊരു കോഫി പോലും കുടിക്കാൻ ഞങ്ങൾക്ക് അന്ന് സമയം കിട്ടിയില്ല. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മൊമെൻറ്റും ഉണ്ടായില്ല. എനിവേ സാരമില്ല, അയർലൻഡ് അധികം ദൂരത്തൊന്നും അല്ലല്ലോ അല്ലേ, നമുക്ക് ഇടയ്ക്കൊക്കെ പോകത്തില്ലേ, അല്ലെ അബുദാബിക്ക് അവന് വരാമല്ലോ. ആ ഒരൊറ്റ ആശ്വാസത്തിൽ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പിരിയുകയാണ്. പിന്നെ യുദ്ധഭൂമിയിൽ ഏതാണ് പുതിയ 2 ഭടന്മാരെന്ന് ചോദിച്ചാൽ ഇവർ 2 മെൽബിൻ്റെ കസിൻസാണ് കേട്ടോ. അവർ പാർട്ടിക്ക് വന്നതാണ്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോയിൽ കൂടെയും വ്ളോഗിൽ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയും എൻ്റെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അകത്തിലൊന്നും ഇനി മെൽബിൻ ഉണ്ടാവില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മെൽബിൻ്റെ മോൻ എഫ്രോണിന് ഷാമിൻ്റെ കുഞ്ഞ് റയാൻ എഴുതിയേക്കുന്ന പോലെ വി ഓൾസോ റിയലി മിസ് യു എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇതുവരെ എൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.